ടെസ്റ്റ്, ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ് എന്നിവയിലൂടെ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കാര്യക്ഷമത നിർണ്ണയിക്കുന്ന ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷനിൽ നിന്ന് ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. നൽകിയിരിക്കുന്ന 3 ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിനായി നോ ലോഡ് ടെസ്റ്റ് നടത്തുക. മുകളിലുള്ള 3 ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിനായി ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ് നടത്തുക. മോട്ടോറിന്റെ എഫിഷ്യൻസി കണക്കാക്കുക. ഈ പരിശോധന നടത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ ഇവയാണ്: ബ്രേക്ക് ലോഡിംഗ് ക്രമീകരണവും സ്പ്രിംഗ് ബാലൻസുമുള്ള 3 ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ, 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ, ട്രിപ്പിൾ പോൾ സിംഗിൾ ത്രോ TPST സ്വിച്ച്, MI വോൾട്ട് മീറ്ററുകൾ, MI അമ്മീറ്ററുകൾ, ടാക്കോമീറ്റർ, ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ, ബന്ധിപ്പിക്കുന്ന വയറുകൾ. നോ ലോഡ് ടെസ്റ്റിൽ സ്റ്റേറ്റർ കറന്റിൽ പ്രധാനമായും കാന്തിക സ്വഭാവമുള്ളതിനാൽ കറന്റ് പ്രകൃതിയിൽ ഉയർന്ന ഇൻഡക്റ്റീവാണ്. അതിനാൽ നോ ലോഡ് പരിശോധനയ്ക്ക് കീഴിൽ പവർ ഫാക്ടർ വളരെ കുറവാണ്. നോ ലോഡ് ടെസ്റ്റിൽ ലോ പവർ ഫാക്ടർ LPF വാട്ട് മീറ്റർ ആവശ്യമാണ്. ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റിൽ ഫുൾ ലോഡ് കറന്റ് വാട്ട് മീറ്ററിലൂടെ ഒഴുകുന്നു. അതിനാൽ ഒരു യൂണിറ്റി പവർ ഫാക്ടർ UPF തരം വാട്ട് മീറ്റർ ഉപയോഗിക്കുന്നു. മീറ്ററുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നോ ലോഡ് ടെസ്റ്റിനായി സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് സർക്യൂട്ട് റിഗ് ചെയ്യേണ്ടതുണ്ട്. 3 ഫേസ് AC വിതരണത്തിൽ നിന്ന് ഓരോ ഘട്ടത്തിൽ നിന്നും ഒരു TPST സ്വിച്ചിന്റെ ഇൻപുട്ട് വശത്തേക്ക് വയറുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. TPST സ്വിച്ചിന്റെ ഔട്ട്പുട്ട് 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. R, Y ഘട്ടങ്ങൾക്കിടയിലുള്ള ലൈൻ വോൾട്ടേജ് അളക്കാൻ വോൾട്ട് മീറ്റർ ബന്ധിപ്പിച്ചിരിക്കുന്നു. Y ഫേസ് കറന്റ് അളക്കാൻ അമ്മീറ്റർ ബന്ധിപ്പിച്ചിരിക്കുന്നു. 3 ഫേസ് പവർ അളക്കാൻ സർക്യൂട്ടിൽ 2 വാട്ട് മീറ്ററുകൾ ഉപയോഗിക്കുന്നു. M, L എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന കറന്റ് കോയിൽ ഫേസുമായി ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ പൊട്ടൻഷ്യലുള്ള കോയിൽ CV ഫേസുകൾക്കിടയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. M, C എന്നീ ടെർമിനലുകൾ ഷോർട്ട് സർക്യൂട്ടാണ്. ത്രീ ഫേസ് പവർ സപ്ലൈ ഓണാക്കി TPST സ്വിച്ച് അടയ്ക്കുക. വോൾട്ട് മീറ്റർ റീഡിംഗ് നിരീക്ഷിച്ച് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ നോബ് വലത്തേക്ക് പതുക്കെ തിരിക്കുക. അത് മോട്ടോറിന്റെ റേറ്റ് ചെയ്ത വോൾട്ടേജിൽ എത്തുന്നതുവരെ. മോട്ടോർ പതുക്കെ വേഗത കൂട്ടാൻ തുടങ്ങുകയും അതിന്റെ റേറ്റ് ചെയ്ത വേഗതയിൽ എത്തുകയും ചെയ്യുന്നു. ഏതെങ്കിലും വാട്ട് മീറ്റർ നെഗറ്റീവായാൽ സപ്ലൈ സ്വിച്ച് ഓഫ് ചെയ്യുക. സർക്യൂട്ട് പ്രാരംഭ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരിക. തുടർന്ന് ആ വാട്ട് മീറ്ററിന്റെ കറന്റ് കോയിലിന്റെ ML ടെർമിനലുകൾ കണക്ഷനുകൾ പരസ്പരം മാറ്റി പരീക്ഷണം ആവർത്തിക്കുക. ആ വാട്ട് മീറ്ററിന്റെ റീഡിംഗ് നെഗറ്റീവായി കണക്കാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ റീഡിംഗുകൾ എന്നിവ രേഖപ്പെടുത്താം. ഉപകരണങ്ങളുടെ ശ്രേണിയെ അടിസ്ഥാനമാക്കി റീഡിംഗുകൾ രേഖപ്പെടുത്തുമ്പോൾ ഉചിതമായ ഗുണന ഘടകം പരിഗണിക്കേണ്ടതുണ്ട്. സപ്ലൈ ഓഫാക്കി മോട്ടോറിൽ നിന്ന് എല്ലാ മീറ്ററുകളും കണക്ഷനുകളും വിച്ഛേദിക്കുക.
പ്രയോഗിച്ച കുറഞ്ഞ വോൾട്ടേജ് DC വിതരണം ഉപയോഗിച്ച് സ്റ്റേറ്ററിന്റെ പ്രതിരോധം അളക്കുക. ഒരു സ്റ്റേറ്റർ വൈൻഡിങ്ങിന്റെ രണ്ട് അറ്റങ്ങൾക്കിടയിൽ MC ടൈപ്പ് വോൾട്ട് മീറ്റർ 0 to 30 വോൾട്ട് ശ്രേണി സ്റ്റേറ്റർ ടെർമിനലുകൾക്കും MC ടൈപ്പ് ഒരു അമ്മീറ്ററിനും ഇടയിൽ ബന്ധിപ്പിക്കാൻ കഴിയും. 0 to 2.5 ആം ശ്രേണി സ്റ്റേറ്റർ വൈൻഡിങ്ങുമായി പരമ്പരയിൽ ബന്ധിപ്പിക്കാൻ കഴിയും. മീറ്റർ റീഡിംഗുകൾ ഈ പട്ടികയിൽ രേഖപ്പെടുത്തുകയും പട്ടികപ്പെടുത്തുകയും ചെയ്യാം. സ്റ്റാർ മോഡിൽ സ്റ്റേറ്റർ വൈൻഡിങ്ങുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് പെർ ഫേസ് RP ഈക്വൽ ടു V/I into 1/2. Therefore, RP equal to R/2. സ്റ്റേറ്റർ വൈൻഡിങ്ങുകൾ ഡെൽറ്റ മോഡിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ടെർമിനൽസ് R equal to V/I. Let the resistance per phase equal to RP. R equal to RP parallel to 2RP. That is 1/R equal to 1/2RP plus 1/RP. Resistance measured equal to 2/3RP. Therefore, RP resistance per phase of stator is equal to 2/3R. നോ ലോഡ് പരിശോധനയ്ക്കിടെ എടുത്ത റീഡിംഗിൽ നിന്ന് നോ ലോഡ് നഷ്ടം കണക്കാക്കാം. നോ ലോഡ് സമയത്തുണ്ടാകുന്ന നഷ്ടങ്ങൾ ഇവയാണ്: I²R നഷ്ടം, സ്റ്റേറ്ററിലും റോട്ടറിലും കോർ നഷ്ടങ്ങൾ, ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് നഷ്ടം. നോ ലോഡ് കോപ്പർ ലോസ് ഈക്വൽ ടു 3 into I0 phase square into RP is equal to 3 into 1.5 square into 2/3 into 7.14. That is equal to 27.98 watt. ഇവിടെ I0 phase എന്നത് പെർ ഫേസ് നോ ലോഡ് കറന്റ് ആണ്. സ്റ്റാർ കണക്ടർ മോട്ടോറിന് I0 phase equal to I0. ഡെൽറ്റ കണക്ടർ മോട്ടോറിന് I0 phase equal to I0/√3. ഇൻഡക്ഷൻ മോട്ടോറിൽ കോർ നഷ്ടങ്ങൾ, ഘർഷണം, വിൻഡേജ് ലോസ് എന്നിവ പ്രായോഗികമായി സ്ഥിരമായി തുടരുന്നു. സ്ഥിരമായ നഷ്ടങ്ങൾ ഈക്വൽ ടു W0 minus 3 into I0 phase into RP. This is equal to minus 100 plus 150 into 2 minus 27.98 equal to 72.02 watts. ഇവിടെ W0 നോ ലോഡ് ഇൻപുട്ട് പവർ ആണ്. ലോക്ക്ഡ് പൊസിഷനിൽ റോട്ടർ സൂക്ഷിക്കുക. മെയിൻ ഓണാക്കി TPST സ്വിച്ച് അടയ്ക്കുക. അമ്മീറ്ററിൽ ഫുൾ ലോഡ് കറന്റ് റീഡിംഗ് വരുന്നതുവരെ ഓട്ടോ ട്രാൻസ്ഫോർമർ നോബ് തിരിക്കുക. വോൾട്ട് മീറ്റർ റീഡിംഗും വാട്ട് മീറ്റർ റീഡിംഗും നിരീക്ഷിക്കുക. കാണിച്ചിരിക്കുന്ന പട്ടികയിൽ മീറ്റർ റീഡിംഗുകൾ പട്ടികപ്പെടുത്തുക. ഇപ്പോൾ വിതരണം ഓഫാക്കി മോട്ടോറിൽ നിന്ന് മീറ്ററുകളും കണക്ഷനുകളും നീക്കം ചെയ്യാം. നമ്മൾ പഠിച്ചത് റീക്യാപ്പ് ചെയ്യാം. നൽകിയിരിക്കുന്ന 3 ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിനായി നോ ലോഡ് ടെസ്റ്റ് നടത്തുക. മുകളിലുള്ള 3 ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിനായി ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ് നടത്തുക. മോട്ടോറിന്റെ കാര്യക്ഷമത കണക്കാക്കുക. നോ ലോഡ്, ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റുകൾ എന്നിവയിലൂടെ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ നിർണയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത സെഷന് കാണാം.